വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1200 ആണ്ടിലെ മകര സംക്രമം പുണർദം നക്ഷത്രത്തിലാണ്. മകരം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും, എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും കുജനും, കന്നിയിൽ കേതുവും, ധനുരാശിയിൽ ആദിത്യനും ബുധനും, കുംഭത്തിൽ ശുക്രനും ശനിയും, മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. പുതിയ പദവികൾ ഇവരെ തേടിയെത്തിയാലും അതിൽ അത്ഭുതപ്പെടുവാനില്ല. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ്. ജോലിയിൽ നിന്നും വിട്ടുനിന്നിരുന്ന ഈ നക്ഷത്രക്കാർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ്. അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതിനുള്ള അവസരം ഒത്തുവരുന്നതാണ്. ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ്. ഈ നക്ഷത്രക്കാരോട് അസൂയ മനോഭാവം വെച്ചു പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ്. എന്നാൽ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ കാലതാമസമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ്. ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷ വിജയവും ഉണ്ടാകുന്നതാണ്. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഒത്തുവരുന്നതുമാണ്. ഈ നക്ഷത്രക്കാരായ പൊതുപ്രവർത്തകർക്കും കലാകാരന്മാർക്കും അനുകൂലമായ കാലമാണ്. ക്രിയാത്മകമായ പ്രവൃത്തികളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 2, 14, 27 തീയതികൾ അനുകൂലമാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ്. ജോലിയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിക്കുന്നതാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. ഇത്തരക്കാരോട് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. യുവതീ യുവാക്കൾ പ്രേമബന്ധങ്ങളിൽപ്പെട്ട് മനസ്സു വിഷമിപ്പിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ രക്ഷിതാക്കളോട് തുറന്നു പറയുകയും മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാൻ പരിശ്രമിക്കുകയും വേണം. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഈ മാസം ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയും റോഡ് നിയമങ്ങൾ പാലിച്ചും വാഹനമോടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ പുതിയ മാറ്റങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുവരുന്നതിനായി പരിശ്രമിക്കുന്നതാണ്. എന്നാൽ ബിസിനസ്സിൽ കൂടുതൽ പണം നിക്ഷേപിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും. ഈ നക്ഷത്രക്കാർ പൂർവിക സ്വത്തുവകകൾ വിൽപ്പന നടത്തുന്നതിനായി പരിശ്രമിക്കുന്നതാണ്. എന്നാൽ ഇത്തരം സ്വത്തുവകകളുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. പ്രത്യേകിച്ചും വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും.
5, 14, 25 തീയതികൾ അനുകൂലമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് പലവിധ പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നുചേരുന്നതാണ്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ കടം കൊടുത്തവർക്ക് ആ തുക തിരിച്ചു പിടിക്കുന്നതിനായി പരിശ്രമിക്കുന്നതിനും അനുകൂലമായ കാലമാണ്. പൊതുവെ ഈ നക്ഷത്രക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതായി കാണാം. ഈ നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്തുവകകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ പ്രണയ കാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിശ്വാസമുള്ളവർക്ക് ജാതക പരിശോധന നടത്തി വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കാവുന്നതാണ്. നക്ഷത്രപ്പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം. എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 4, 16, 24 തീയതികൾ അനുകൂലമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇവർക്ക് ജോലിയിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരെ പരാജയപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതുമാണ്. ജീവിത പങ്കാളികളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും മികച്ച പിന്തുണയും സഹകരണവും ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ്. ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഓഹരി വിപണികളിൽ നിന്നും നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ഇത്തരം യാത്രകൾ ഗുണഫലം നൽകുകയും ചെയ്യുന്നതാണ്. ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറ്റെടുക്കുന്ന ചില കാര്യങ്ങളിൽ പരാജയം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ ഏതൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ വരും വരായികകൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അതുപോലെ ഇവർ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ്. ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം. കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കുടുംബ സുഖവും മനസ്സുഖവും കൈവരുന്നതാണ്. ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നതാണ്. പ്രവർത്തന മികവ് കാരണം ഇവർക്ക് എല്ലാ രംഗങ്ങളിലും പരിശോഭിക്കുവാനും സാധിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 4, 8, 20 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപൻ്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ.